ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തനം 145 അധ്യായം അതിൻ്റെ 14 വാക്യം. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തക്ക സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ കണ്ണുകൾ നാം സ്വർഗത്തിലേക്ക് ഉയർത്തുന്നുവെങ്കിൽ, നമ്മുടെ കണ്ണുകൾ ആ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായി അവൻ നമുക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. നിൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു, നിൻ്റെ ആധിപത്യം തലമുറയായി ഇരിക്കുന്നു. വീഴുന്നവരെ ഒക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവൻ നിവർത്തുന്നു. ഇന്ന് തകർന്നിരിക്കുന്ന കുടുംബ ജീവിതമേ, തകർന്ന് തരിപ്പണമായിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിലവിളിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പ്രിയ മാതാവേ, പിതാവേ, നീൻ്റെ കുനിഞ്ഞിരിക്കുന്ന അവസ്ഥ, നീ അനേകരുടെ മധ്യയിൽ തകർക്കപ്പെട്ട അവസ്ഥയാണ്. അനേകരുടെ മധ്യയിൽ നിന്ദിതനായിരിക്കുന്ന വ്യക്തി ജീവിതമേ, മാതാവേ, പിതാവേ, പ്രിയ സഹോദര സഹോദരി, നിൻ്റെ തലയെ ഉയർത്തുന്നവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ്. നീ ആ യേശുവിനെ ഇന്ന് നീ ഉള്ളത്തിൽ സ്വീകരിക്കുവാൻ നീ ഏറ്റെടുത്താൽ, നിൻ്റെ ഈ തകർച്ച അവസ്ഥകളെ മാറ്റി അവൻ നിന്നെ ഉയർത്തുന്ന, അവൻ നിന്നെ വഴി നടത്തുന്ന, അവൻ നിന്നെ പരിപാലിക്കുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി അതിൻ്റെ 16 അധ്യായത്തിൽ 28 വാക്യം കാണുവാൻ സാധിക്കും. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുതേ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് നോക്കിയാൽ, അപ്പോസ്തലനായ പൗലോസും ശീലാസും തൻ്റെ കൂട്ടു സഹോദരന്മാർ കാരാഗൃഹത്തിൽ കടന്ന് അവർ ആരാധിച്ചപ്പോൾ കാരാഗൃഹം തുറന്ന് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട അപ്പോസ്തലന്മാരെല്ലാം വിടുതലായി. എന്നാൽ കാരാഗൃഹ പ്രമാണി ഉറക്ക നിലവിളിച്ചു. കാരണം തൻ്റെ യജമാനൻ്റെ മുന്നിൽ ഈ കണക്ക് ബോധിപ്പിക്കണം. ജയിൽ കടന്ന പൗലോസും മറ്റ് കുറ്റവാളികളും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് താൻ സ്വയമായി മരിക്കുവാൻ പോകുന്ന ഒരു കാരാഗൃഹ പ്രമാണിയെ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിഞ്ഞ അവസ്ഥയിലിരിക്കുന്ന ഒരു കാരാഗൃഹ പ്രമാണിയെ. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുതേ, ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ടല്ലോ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തു ചാടി വിറച്ചുകൊണ്ട് പൗലോസിൻ്റെയും ശിലാസിൻ്റെയും മുമ്പിൽ വീണു. അല്പനിമിഷം മുമ്പേ യജമാൻ്റെ മുന്നിൽ, അനേകരുടെ മുന്നിൽ തല കുനിക്കുമെന്നുള്ള അവസ്ഥയിലിരുന്ന കാരാഗൃഹ പ്രമാണി ഇപ്പോൾ വലിയ ഒരു വെളിച്ചം കണ്ട് അകത്ത് വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, നീ മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ടവനായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രവാദ ക്രിയകൾ അടിമപ്പെട്ടവരായിരിക്കാം. ഈ കാരാഗൃഹ പ്രമാണിയെപ്പോലെ നീ ഒന്ന് ചോദിക്കുന്നുവോ, കർത്താവേ, എനിക്കൊന്ന് രക്ഷ പ്രാപിക്കണം, കർത്താവേ, എൻ്റെ കുടുംബത്തെ രക്ഷ പ്രാപിക്കണം, ഞങ്ങൾ ഈ അവസ്ഥയൊന്ന് മാറണം കർത്താവേ എന്ന് ആര് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നുവോ, കാരാഗൃഹ പ്രമാണിയുടെ ജീവിതത്തിൽ രക്ഷ പ്രാപിച്ച, രക്ഷ നൽകിയ
സമാധാനം നൽകിയ, വിടുതൽ നൽകിയ അതേ കർത്താവ് ഇന്ന് നിൻ്റെ ഭവനത്തിലും അവൻ സമാധാനവും സന്തോഷവും സമൃദ്ധിയും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള അതേ സ്നേഹവും നൽകുന്ന ഒരു നല്ല കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. പൗലോസ് ശീലാസിൻ്റെ മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടുകൂടെ അവൻ്റെ വീട്ടിലുള്ള എല്ലാവരും പ്രസംഗിച്ച് ആ രാത്രിയിൽ ആ നാഴിക തന്നെ അവർ കൂട്ടിക്കൊണ്ടുപോയി. അവർ മുറിവുകളെ കഴുകി തനിക്കുള്ളവരെല്ലാവരും തക്ക സമയത്ത് സ്നാനമേറ്റു. അടുത്ത നിമിഷം കാരകപ്രമാണിയുടെ ജീവിതം നമുക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കും. അനേകരുടെ മുന്നിൽ കുനിയേണ്ട അവസ്ഥയിൽ, യജമാനൻ്റെ മുന്നിൽ കണക്ക് ബോധിക്കേണ്ടടുത്ത് അവിടെ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന, തൻ്റെ ദാസന്മാരിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന ഒരു കാരകപ്രമാണിയെ നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നീ വീഴുന്ന അവസ്ഥയാണോ? നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നിൻ്റെ തകർച്ചകളെ മാറ്റുന്ന ദൈവമാണ്. നിൻ്റെ അസമാധാനങ്ങളെ മാറ്റുന്ന ദൈവമാണ്. നിൻ്റെ മദ്യപാന ശീലങ്ങളെ മാറ്റുന്ന ദൈവമാണ്. നീ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും പഠിപ്പിക്കുന്ന നല്ല ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. നിൻ്റെ തകർച്ചകളെ മാറ്റുന്ന ദൈവമാണ്. നിൻ്റെ വേദനകളെ, നിൻ്റെ ദുഃഖങ്ങളെ അവൻ സന്തോഷമാക്കി നൽകുന്ന ഒരു നല്ല കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. ഈ പ്രോഗ്രാം കാണുമ്പോൾ അനേകരുടെ മുന്നിൽ കുനിഞ്ഞിരിക്കുന്ന കുടുംബ വ്യക്തി ജീവിതങ്ങളുണ്ട്. ഫൈൻ ആർട്സ് മേഖലകളായിരിക്കാം. പല കുടുംബ വിഷയത്തിൻ്റെ മേലും തകർന്നിരിക്കുന്ന ചില കുടുംബത്തിൻ്റെ മേൽ ദൈവം ഇന്ന് വിടുതലുകളെ, വാതിലുകളെ തുറന്നിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ഇനി ആരും സഹായിക്കുവാനില്ലെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന മാതാവേ, നിന്നെ അറിയുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന, നിനക്കായി പുതുവാതിലുകളെ ഇന്ന് തുറന്നിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. സങ്കീർത്തനം 145 അതിൻ്റെ 14. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. അപ്പം വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. നീ തകർന്നിരിക്കുന്ന അവസ്ഥയാണോ? നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിലേക്ക് നീ കടന്നു വരുവാൻ, കാരാഗ്രഹപ്രമാണിയെപ്പോലെ നീ ആ രക്ഷയുടെ അനുഭവം ഇന്ന് ആസ്വദിക്കുവാൻ, ആ രക്ഷയുടെ അനുഭവം ഇന്ന് സ്വീകരിക്കുവാൻ നീ തയ്യാറെടുക്കുന്നുവെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ തകർന്നിരിക്കുന്ന അവസ്ഥകളെ പണിയുന്ന ദൈവം, തകർച്ചിരിക്കുന്ന അവസ്ഥകളെ ഉയർച്ച നൽകുന്ന ദൈവം, നിൻ്റെ തലയെ ദേശമധ്യയിൽ ഉയർത്തുന്ന നല്ല ഒരു യേശു കർത്താവിനെ കാണുവാൻ സാധിക്കും. മറ്റൊരുവരിനും രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഏകനാമം കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക. നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എൻ്റെ പ്രിയ സഹോദരമേ, അതേ നീ ഇരിക്കുന്നിടത്ത് കർത്താവേ, അങ്ങ് എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു. കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, അതേ ഞാൻ ചെയ്ത ക്രൂരമായ പാപങ്ങൾക്ക് വേണ്ടി, മറ്റ് പ്രവൃത്തികൾ കാരണം ഞാൻ മരിക്കേണ്ടടുത്ത് കർത്താവേ, അവിടുന്ന് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പേ കുരിശിൽ മരിച്ചു എന്ന് നീ ഏറ്റെടുക്കുമ്പോൾ, കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യനെന്ന് നീ സ്വയം ഏറ്റെടുത്ത്, കർത്താവേ, അങ്ങ് മരിച്ച് അടക്കപ്പെട്ട് അങ്ങ് 3-ാം ദിവസം ഉയർത്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു എന്നും വീണ്ടും അങ്ങ് ഞങ്ങളെ ചേർത്തുകൊള്ളുവാൻ വരുമെന്ന് നീ വിശ്വസിക്കുന്നു എന്ന് വായികൊണ്ട് ഏറ്റുപറയുന്നുവെങ്കിൽ നീ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വീഴുന്നവരൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരൊക്കെയും അവൻ നിവർത്തുന്നു.
ഈ വചനമുഖാന്തരം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നന്ദിയോടെ കടന്നു വരുന്നു. കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ.